ഓഡു വേർഷൻ 16 പ്രീപേയ്മെൻറ്റ്സ്, അതായത് നമ്മളൊരു പേയ്മെൻറ്റ്, ഒരു വർഷത്തേക്കുള്ള പേയ്മെൻറ്റ് നമ്മൾ മുൻകൂട്ടി അടക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ വെയർ ഹൗസ് റെൻ്റ് അടക്കുന്നു വിചാരിക്കാം. കമ്പനി വെയർ ഹൗസ് റെൻ്റ് അടക്കുന്നു, അത് ഒരു വർഷത്തേക്കുള്ളതാണ് കമ്പനി അടക്കുന്നത്. അപ്പം മന്ത്ലി ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ഈ കമ്പനി ഓരോ മാസവും അതിൻ്റെ എക്സ്പെൻസ്, അതിൻ്റെ എത്രയാണോ അടക്കുന്നത് അതിനെ ഡിവൈഡ് ചെയ്ത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ മാസവും 12-ൽ ഒരു ഷെയർ ചാർജ് ചെയ്യുന്നു. ഈ എൻട്രി സാധാരണ നമ്മൾ മാനുവലി ചെയ്യുന്ന കേസിൽ ഇത് നമ്മളൊരു എക്സൽ ഷീറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ആ എക്സൽ ഷീറ്റിൽ മാസാവസാനം ആ എക്സൽ ഷീറ്റിൽ ഒരുപാട് അങ്ങനത്തെ പ്രീപേയ്മെൻറ്റ്സ് ഉണ്ടാവും. എന്നിട്ട് നോക്കി ഇങ്ങനെ എൻട്രി, ജേണൽ എൻട്രി ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മളെ മെത്തേഡ്, മാനുവലി ചെയ്യുന്ന മെത്തേഡ്. ഒടുവിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു വേർഷൻ 17 ഒരു വീഡിയോ വേറെ ഉണ്ട്. ഇത് വേർഷൻ 16 എങ്ങനെ ചെയ്യാന്നുള്ളത്. 16-ലും 17-ലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. 17-ൽ കുറച്ചും കൂടി എളുപ്പമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നേരിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം 16-ൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മോഡൽ, അതായത് എങ്ങനെയാണ് മെത്തേഡ്, അത് 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പോകുന്ന 12 മാസങ്ങളിൽ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ, ഇനി 24 മാസത്തേക്കുള്ളത്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് പീരീഡിലേക്കുള്ള എൻട്രീസ്, പ്രീപേയ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡൽ ചൂസ് ചെയ്യലാണ്. ഏത് എക്സ്പെൻസിന് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡൽ ചൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇതിൽ അക്കൗണ്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോൺഫിഗറേഷനിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെഫേർഡ് റവന്യൂ മോഡൽസ് ഉണ്ട്, ഡെഫേർഡ് എക്സ്പെൻസ് മോഡൽസ്. നമ്മൾ എക്സ്പെൻസ് ആണ് എടുക്കുന്നത് തൽക്കാലം. സെയിം സാധനം തന്നെയാണ് റവന്യൂ ആയാലും, എക്സ്പെൻസ് എടുക്കുന്നു. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ന്യൂ എടുത്തു. ഇവിടെ ഇയർലി പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് റെക്കഗ്നേഷൻസ് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ളത് ചോദിക്കുന്നത്. ഞാൻ 12 മന്ത്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, 12 മാസങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പീരീഡ്, അതായത് കോൺസ്റ്റൻറ്റ് പീരീഡ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടേഷൻ കോൺസ്റ്റൻറ്റ് പീരീഡ്. ഡെഫേർഡ് എക്സ്പെൻസസ്, ഇതിൻ്റെ ഡെഫേർഡ് എക്സ്പെൻസ് ഇത് ഞാൻ ഒരു നമുക്ക് പ്രീപേയ്മെൻറ്റ്സ് എന്നൊരു ജനറൽ ലെഡ്ജർ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇയർലി പ്രീപേയ്മെൻറ്റ്സ് ചെയ്യാൻ വെയർ ഹൗസ് റെൻറ്റ് പ്രീപേയ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ പ്രീപേയ്മെൻറ്റ്സ് വെയർ ഹൗസ് റെൻറ്റിൻ്റെ പ്രീപേയ്മെൻറ്റിനെ, പ്രീപെയ്ഡ് വെയർ ഹൗസ് റെൻറ്റിനെ അവിടെ ഡെഫേർഡിൽ സെലക്ട് ചെയ്യുന്നു. അത് ഒരു ലെഡ്ജർ സെലക്ട് ചെയ്താലും മതി. നമ്മൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് നമ്മൾക്ക് ഓടുന്ന് കിട്ടുന്നത് കൊണ്ട് ഒരു പ്രീപേയ്മെൻറ്റ് ലെഡ്ജർ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നു. ഓക്കെ, എക്സ്പെൻസ് വെയർ ഹൗസ് റെൻറ്റിലേക്ക് തന്നെ കാണിക്കുന്നു അതിൻ്റെ. ഓക്കെ, ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എണ്ണത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഈ ഒരു സ്പെഷ്യൽ കേസിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. നമ്മൾ ഈ മോഡൽ സേവ് ചെയ്തു. നമ്മളെ സംഭവം സെറ്റിങ്സ് ആയി. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ തന്നെ നമ്മൾക്കൊരു വെയർ ഹൗസ് റെൻറ്റിൻ്റെ ബില്ല് കിട്ടുകയാണ്. ആ വെയർ ഹൗസ് റെൻറ്റിൻ്റെ ബില്ല് നമുക്ക് കിട്ടുന്നത് ഒരു കമ്പനിയിൽ നിന്നായിരിക്കും. നമുക്ക് എന്തായാലും ഒരു കമ്പനിയിൽ നിന്നായിരിക്കും വെയർ ഹൗസ് വാടക എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സോൾ പ്രൊപ്പറേറ്ററോ എന്തെങ്കിലും ആയാലും നമ്മൾക്കൊരു ബില്ല് എന്തായാലും ഉണ്ടാവും. നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബില്ല് എന്തായാലും തരും. അപ്പോൾ ഡയറക്റ്റ് ജേണൽ ചെയ്യല്ല വേണ്ടത്, അതിനെ ഒരു പേബിൾ എൻട്രി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യണം. വെണ്ടറിൽ, അക്കൗണ്ടിങ്ങിൽ വെണ്ടറിൽ ബിൽസ് എടുക്കുക. ഓക്കെ, ബിൽസ് എടുത്ത് ന്യൂ ക്ലിക്ക് ചെയ്യാം, ന്യൂ ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വെണ്ടറിന് നമ്മൾക്കൊരു നമ്മൾക്കിപ്പോൾ വെണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഉള്ളതിന് ഒരാളെ വെണ്ടർ, ഇവരാണ് വെണ്ടർ എന്ന് കരുതുക. വെയർ ഹൗസ് ബില്ലിൻ്റെ വെണ്ടർ ഇവരാണ്. നമ്മൾക്ക് ജനുവരി 1 നമ്മൾ പേ ചെയ്തെന്ന് വിചാരിക്കാം. അക്കൗണ്ടിങ് എൻട്രി ജനുവരി 1 ആക്കി. ഓക്കെ, നമ്മളിവിടെ ഇനി വെയർ ഹൗസ് റെൻ്റാണ് കൊടുക്കേണ്ടത്. നമ്മൾ വെണ്ടർ അനിത ഒലിവർ എന്ന് പറയുന്ന വെണ്ടർ ബിൽ 1/1 ജനുവരിയിലാണ് നമ്മൾ പേ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു സർവീസ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക. അതിൽ ഫിൽട്ടർ ചെയ്ത് സർവീസസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർവീസ് സെലക്ട് വേണമെങ്കിൽ നമ്മൾക്ക് വെയർ ഹൗസ് റെൻറ്റിൽ തന്നെ പറഞ്ഞിട്ട് നമ്മൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അത് തൽക്കാലം ആവശ്യമില്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സ്പെൻസ് സെലക്ട് ചെയ്തു. എൻ്റെ ലേബൽ ഞാൻ മാറ്റാണ്. 12 months
വെയർഹൗസ് റെൻറ്റ് പെയ്ഡ്. ഇവിടെ പ്രീപെയ്ഡ് ലെഡ്ജറാണ് സെലക്ട് ചെയ്യേണ്ടത്. അറിയാലോ, ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രീപെയ്ഡിനെയാണ്. പ്രീപെയ്ഡ് വെയർഹൗസ് സെലക്ട് ചെയ്തു. ഇവിടെ 74,000 ഞാൻ അടിക്കുന്നു. 12 മാസത്തേക്ക് 74,000 കൊടുക്കുന്നവർക്ക് ടാക്സ് ഞാൻ എവിടെ നിന്ന് ഒഴിവാക്കണം. ടാക്സ് ഒഴിവാക്കി. രണ്ടാമത്തെ ലൈൻ്റെ ആവശ്യമില്ല. 74,000. എന്നിട്ട് ഈ ബില്ല് കൺഫേം ചെയ്യുമ്പോൾ നമ്മൾ ബില്ല് ക്രിയേറ്റ് ആയി. അതായത് നമ്മൾ വെയർഹൗസ് റെൻറ്റിൻ്റെ ബില്ല് ബുക്ക് ചെയ്തു, സിസ്റ്റത്തിൽ ബുക്ക് ചെയ്തു. ഓക്കെ, ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേബിളിൽ പ്രീപെയ്ഡ് വെയർഹൗസ് റെൻറ്റിൽ 74,000 വന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് അക്കൗണ്ട്സ് പേബിളിലേക്ക് പോയിട്ടുണ്ടാവും 74,000. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. ഇനീഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഇത് ജൂലൈയിലായതുകൊണ്ടാണ്. ദിസ് ഫിനാൻഷ്യൽ ഇയർ അടിച്ചു കൊടുത്താൽ ഈ ഫിനാൻഷ്യൽ അടിച്ചു കൊടുത്താൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് 74,000. ഈ 74 കൂടെ കൂട്ടിയിട്ടാണ് എമൗണ്ട് വരുന്നത്. എനിവേ അതൊക്കെ. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഒരു സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡലിലേക്ക് ഇത് കണക്ട് ചെയ്യുന്നതാണ്. ഇനി ഡെഫേർഡ് എക്സ്പെൻസസിൽ പോവുക, അക്കൗണ്ടിങ് ഡെഫേർഡ് എക്സ്പെൻസസിൽ പോവുക, മാനേജ്മെൻറ്റിൽ അക്കൗണ്ട് ന്യൂ എടുക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് വെയർഹൗസിൻ്റെ സെലക്ട് ചെയ്തു. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് 12 മാസത്തേക്കാണ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ അതിൽ വന്നിട്ടുണ്ട്, ലെഡ്ജറൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് റിലേറ്റഡ് എക്സ്പെൻസ് ഒന്നുമില്ല ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ച എക്സ്പെൻസ് പ്രീപേയ്മെൻറ്റ്സിൻ്റെ എക്സ്പെൻസ് നമുക്ക് അടക്കണം. ഇവിടെ 74,000 ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ടിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇനി കൺഫേം അടിക്കുന്നു. ഓക്കെ, നമ്മൾ ആ എക്സ്പെൻസ് സെലക്ട് ചെയ്തു, നമ്മൾ ആ പ്രീപേയ്മെൻറ്റ് മോഡൽ സെലക്ട് ചെയ്തു, കൺഫേം അടിക്കുന്നു. കൺഫേം അടിക്കുമ്പോൾ ഒരു പുതിയ ടാബ് ഇവിടെ വരും. എക്സ്പെൻസ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജൂലൈയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ളത് പോസ്റ്റ് ആയിട്ടുണ്ട്, എൻട്രി ക്രിയേറ്റ് ചെയ്തു. അതേസമയം ബാക്കിയുള്ളത് ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. 31/12 ഡിസംബർ വരെ ഉണ്ട്. 6,166 വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്ത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീപേയ്മെൻറ്റ് 37,000 കാണുന്നുള്ളൂ. ബാക്കി പോയി. 74,000-ൽ 37,000 ബാക്കിയുള്ളൂ. ഓക്കെ, വെയർഹൗസ് റെൻറ്റ് 37,000 ആയിട്ട് വേണ്ട. കാരണം ജൂലൈ നമുക്ക് 37,000 വെയർഹൗസ് റെൻറ്റ് പോർഷൻ നമ്മൾ എക്സ്പെൻസ് ആയി. ബാക്കി 37,000 കൂടിയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേർഷൻ 16-ൽ നമുക്ക് പ്രീപേയ്മെൻറ്റ്സ് ഓട്ടോമേറ്റ് ചെയ്യാം. പ്രീപേയ്മെൻറ്റ് മന്ത്ലി പോകേണ്ട പ്രീപേയ്മെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം. ഇനി ഒരു 6 മാസം കൊണ്ട് കട്ടാവേണ്ടെന്ന് 6 മാസത്തേക്കാണ് അടക്കുന്നതെങ്കിൽ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 12 മാസത്തിന് പകരം 6 മാസത്തേക്ക് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.